കുരിശുമല എന്നു പേരുള്ള ഒരു പഴയ ഗ്രാമത്തിൽ ക്രിസ്റ്റഫർ എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള അവൻ മാതാപിതാക്കളോടും അനുജത്തിയോടും കൂടെ അവരെ എല്ലാ കാര്യങ്ങളും സഹായിച്ച് അവരോടൊപ്പം ജീവിക്കുകയായിരുന്നു. ക്രിസ്റ്റഫറുടെ അച്ഛൻ ഒരു സ്വകാര്യ ഫാക്ടറിയിൽ തൊഴിലാളിയായിരുന്നു. അമ്മ വീട്ടിൽ പപ്പടം ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. ആ പരിമിതമായ വരുമാനത്തിനിടയിലാണ് ക്രിസ്റ്റഫറുടെ പഠനവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവന്റെ സ്വപ്നം എന്നത് ഒരു സർക്കാർ തലത്തിൽ എഞ്ചിനീയർ ആവുക എന്നതായിരുന്നു. പക്ഷേ പലവിധ സാഹചര്യങ്ങൾ അവന്റെ വഴിയിൽ ഒരു മതിൽ പോലെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടേയിരുന്നു. ഈ കഷ്ടതകൾ മറികടക്കാനായി അവനും അവനാലാകുന്ന വിധം പരിശ്രമിച്ചു. രാവിലെ പത്രം വിതരണം ചെയ്യുകയും ആ പണം ഉപയോഗിച്ച് കോളേജിൽ പഠിക്കാനായി പോവുകയും ചെയ്യുമായിരുന്നു. ഉച്ച കഴിഞ്ഞ് കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കുകയും രാത്രിയിൽ അമ്മയെ പപ്പടം ഉണ്ടാക്കാനായി സഹായിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവരും രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ് അവൻ പഠനത്തിനായി തന്റെ സമയം കണ്ടെത്തിയിരുന്നത്. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ജീവിതം കൂടുതൽ കഠിനമായ വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അച്ഛന്റെ ഫാക്ടറി പെട്ടെന്ന് അടച്ചു പൂട്ടുകയും കുടുംബത്തിലെ ഏക വരുമാന മാർഗം അവസാനിക്കുകയും ചെയ്തു. വീട്ടിലെ റേഷൻ വാങ്ങാനായി ക്രിസ്റ്റഫർക്ക് പത്രങ്ങൾക്കൊപ്പം പച്ചക്കറികളും വിൽക്കേണ്ടി വന്നു. ഇതെല്ലാം കണ്ട തന്റെ സുഹൃത്ത് വിക്രാന്ത് പറഞ്ഞു, സഹോദര, ഇനി ഈ സ്വപ്നം ഉപേക്ഷിക്കൂ. ആരാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പഠിക്കുന്നത്? ഇത് കേട്ട ക്രിസ്റ്റഫർ മൗനം പാലിച്ചു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവൻ വളരെ തകർന്നു പോയിരുന്നു. പിറ്റേന്ന് ആരോടും ഒന്നും പറയാതെ അടുത്തുള്ള കുന്നിൻ ചരിവിലെ പള്ളിയിൽ നടന്നുപോയി. അവൻ നോക്കുമ്പോൾ പള്ളിയുടെ പിന്നിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വൃദ്ധനായ അച്ഛനെ കാണുന്നു. ശാന്തമായ മുഖം, കുനിഞ്ഞ പുറം, ആഴമുള്ള കണ്ണുകൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ. ക്രിസ്റ്റഫർ അച്ഛന്റെ അടുത്ത് ചെന്ന് തന്റെ വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ വളരെ ക്ഷീണിതനാണ് അച്ഛാ. ഞാൻ എത്രത്തോളം സഹിക്കണം? ഞാൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്യുന്നു. പക്ഷേ എന്റെ സ്ഥിതി കൂടുതൽ വഷളാകുന്നു. എന്റെ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല. ഇത് കേട്ട അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? ക്രിസ്റ്റഫർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അതെ അച്ഛാ. അച്ഛൻ പറയൂ. ഈ കുന്നിന്റെ മറുവശത്തുള്ള മാവിൽ ഒരു പ്രാവിൻ കൂടുണ്ട്. അടുത്ത 10 ദിവസത്തേക്ക് നീ എല്ലാ ദിവസവും അവിടെ പോയി ആ കൂടിനെ പൊളിക്കണം. അത്രയേ നീ ചെയ്യേണ്ടതുള്ളൂ. ഇത് കേട്ട ക്രിസ്റ്റഫർ അത്ഭുതപ്പെട്ടു. എനിക്ക് പ്രാവിന്റെ കൂട് പൊട്ടിക്കണം. എന്തുകൊണ്ട്? പക്ഷേ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ പറയുന്നത് ചെയ്യൂ എന്ന് പറയുന്നത് പോലെ. ക്രിസ്റ്റഫർ ആ വാക്കുകൾക്ക് മുന്നിൽ നിശബ്ദനായി പോയി. ആദ്യ ദിവസം അവൻ മരത്തിന്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ പ്രാവ് ശാഖകൾക്കിടയിൽ വൈക്കോൽ ഓരോന്നായി കൂട്ടിക്കൊണ്ടിരുന്നു. ക്രിസ്റ്റഫർ അച്ഛന്റെ വാക്കിൻ പ്രകാരം കൂട് പൊളിച്ച് താഴെയിട്ടു. അയാൾക്ക് അത് വളരെ വിഷമം തോന്നി. ഒരു വീട് തകർക്കുന്നു, അതും തണൽ തേടുന്ന ഒരു പക്ഷിയുടേത്. ക്രിസ്റ്റഫർ വളരെ വിഷമിച്ചു. 2ാം ദിവസവും പ്രാവ് വീണ്ടും അതേ കാര്യം തന്നെ ചെയ്തു. അത് പുതിയ വൈക്കോൽ കൊണ്ട് വീണ്ടും തന്റെ കൂട് ചേർക്കുകയായിരുന്നു. ക്രിസ്റ്റഫർ വീണ്ടും കൂട് വീഴ്ത്തി. എല്ലാ ദിവസവും അവൻ അതേ കാര്യം ചെയ്തു. എല്ലാ ദിവസവും ഉള്ളിൽ ഒരു വിചിത്രമായ കുറ്റബോധവും തോന്നി. പക്ഷേ അച്ഛൻ എന്തോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ അറിയാമായിരുന്നതിനാൽ അവൻ ഒരു ചോദ്യം പോലും അദ്ദേഹത്തോട് ചോദിച്ചില്ല. 10ാം ദിവസം പ്രാവ് വീണ്ടും ഒരു കൂടുണ്ടാക്കി. കൂട് വീഴ്ത്താനായി ക്രിസ്റ്റഫർ തന്റെ കൈകൾ നീട്ടി. പക്ഷേ അവൻ അത് ചെയ്യാതെ ആ പ്രവൃത്തി സ്വയം നിർത്തി. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അച്ഛാ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എല്ലാ ദിവസവും അവരുടെ വീട് തകർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ അത് വീണ്ടും പണിയാൻ തുടങ്ങി. എല്ലാ ദിവസവും അത് ഓർത്ത് എനിക്ക് വിഷമം തോന്നിയിരുന്നു. പക്ഷേ അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. ഇനി പറയൂ, എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? അച്ഛൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് പറഞ്ഞു, ഇത് നിന്റെ ആദ്യ പാഠമാണ്. തുടർച്ചയായ കഠിനാധ്വാനം എന്നാൽ വെറുതെ പ്രവർത്തിക്കുക എന്നല്ല, മറിച്ച് ഓരോ പരാജയത്തിന് ശേഷവും വീണ്ടും ആരംഭിക്കുക എന്നാണ് അർത്ഥം. ആ പ്രാവിന് തന്റെ കൂട് പൊളിയുമെന്ന് അറിയാം. എന്നിട്ടും അവൻ എല്ലാ ദിവസവും പുതിയ പ്രതീക്ഷകളുമായി കൂട് നിർമ്മിക്കുന്നു. കാരണം കൂട് പൊളിക്കുന്ന ആൾ ക്ഷീണിതനാകുന്ന ആ ദിവസം അവന്റെ കൂട് രക്ഷപ്പെടുമെന്ന് അവന് ഉറപ്പുണ്ട്. മകനെ, ഈ ലോകവും ഇതുപോലെയാണ്. സാഹചര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും നശിപ്പിക്കും. എന്നാൽ എല്ലാ ദിവസവും ഒരു പ്രാവിനെ പോലെ വീണ്ടും എഴുന്നേറ്റാൽ ഒരു ദിവസം നിങ്ങളുടെ സ്വപ്ന ഭവനവും പണിയപ്പെടും. ക്രിസ്റ്റഫർ നിശബ്ദനായിരുന്നു. പക്ഷേ മനസ്സിന്റെ ഏതോ കെട്ട് തുറന്നതുപോലെ അവന്റെ മുഖം ശാന്തമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 2ാമത്തെ കാര്യം എന്തെന്നാൽ നിങ്ങൾ പച്ചക്കറികൾ വിൽക്കുകയും
വീട് നടത്താൻ രാപ്പകൽ പാടുപെടുകയും ചെയ്യുന്ന ആ സമയവും കടന്നുപോയേക്കാം. എന്നാൽ നിങ്ങളുടെ സമയം ഒരിക്കലും ഒരു മോശസ്ഥിതിയിൽ തുടരുകയില്ല മകനെ. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. അത് തുടർന്നാൽ നാളെ അതേ സമയം നിങ്ങളെ എല്ലാവരും അഭിവാദ്യം ചെയ്യും. 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക. നിരന്തരമായ കഠിനാധ്വാനം കൊണ്ട് പരാജയത്തെ കീഴ്പ്പെടുത്താം. എന്നാൽ അതിനു മുന്നിൽ നമ്മൾ തളർന്നു പോയാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് വളരെ ദുഷ്കരമായി തീരും. മോശം സമയങ്ങളും എന്നേക്കുമായി നിലനിൽക്കയില്ല. അന്ന് തന്നെ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറിയേക്കാം.